കൈവിട്ടു
ഇശൽ സന്ദേശം റൗണ്ടിലെ സോങ് ആയിരുന്നു അല്ലേ? ആരീ പാട്ട് സെലക്ട് ചെയ്തതെന്ന്? ഗുരു ഹനീഫ മുടിക്കോട്. ഹനീഫ മണിക്കൂർ പഠിപ്പിച്ചു തന്നതൊക്കെ? ഹനീഫ് മുടിക്കോടും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ സംഗീതം പഠിപ്പിക്കണേ നിസാർ തൊടുപുഴ സാറും പഠിപ്പിച്ചു. നിസാർ സാറും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ? പഠിക്കാനൊക്കെ സമയമൊക്കെ കിട്ടിയായിരുന്നു നല്ലോണം? ഇപ്രാവശ്യം സമയം കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം നല്ലോണം സമയം കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം സുൽത്താൻ പട്ടൻ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി മാറിപ്പോയി അല്ലേ? തിരിച്ചു പിടിക്കണ്ടേ? കിട്ടുമോ അറിയില്ല അല്ലേ? പാടി കഴിഞ്ഞിട്ട് എന്ത് തോന്നി? നല്ലോണം പാടാൻ പറ്റിയോ? കുഴപ്പമില്ലാണ്ട് പാടി. ഇശൽ സന്ദേശമാണ്, നല്ലൊരു മെസ്സേജ് നമുക്ക് ഈ ഒരു സോങ്ങിലൂടെ പാസ് ചെയ്യണം. ശരിക്കും എന്താ പറയുക, എവിടെ നോക്കിയാലും കലാപവും അല്ലേ ആക്രമണങ്ങളൊക്കെയാണ്. അപ്പം അതൊക്കെ മാറ്റി എന്താ പറയുക, നാനാദേശക്കാർ വസിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടേത് അല്ലേ? അപ്പം ആ ഒരു ഭാരത മൈത്രി കളയാതെ സ്നേഹവും സമാധാനവും ഒക്കെ ഉള്ളൊരു ഭാരത സംസ്കാരം നിലനിർത്തണം. അങ്ങനത്തെ ഒരു മെസ്സേജാണ് അല്ലേ? പാട്ട് അർത്ഥമൊക്കെ മനസ്സിലായായിരുന്നോ ശരിക്കും? ആണോ? ഇതാരാ എഴുതിയാനെന്നറിയോ? MH വള്ളുവങ്ങാട്. സംഗീതം കൊടുത്തിരിക്കുന്നത്? സംഗീതം അറിയില്ല, നമുക്ക് ഫൈസൽ സാറിനോട് ചോദിച്ചു നോക്കാം അല്ലേ? ഓക്കെ, ഫൈസൽ സാർ. സന്ദേശം റൗണ്ടിൽ അനുയോജ്യമായ ഒരു പാട്ട് തന്നെയാണ് ബാദുഷ തിരഞ്ഞെടുത്തത്. നമ്മുടെ കാലത്ത് ഇപ്പോഴുള്ള ഇപ്പോൾ വൈജീബ് നേരത്തെ സൂചിപ്പിച്ചല്ലോ, രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും ജാതിയുടെയൊക്കെ പേരിൽ മനുഷ്യനെ തിരിച്ചറിയാത്ത ഒരു കാലത്ത് പ്രശ്നങ്ങൾ, കലാപങ്ങൾ. ഈ പാട്ട് എഴുതിയ കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നു ഇതിൻ്റെ വരികളിൽ നിന്ന് കേരളത്തിൽ വളരെ ഭീകരമായ ചില വിഷയങ്ങൾ, കലുഷിതമായ ഒരു കാലത്താണ് ഈ പാട്ട് എഴുതിയത്. അതുകൊണ്ട് തന്നെ ഈ പാട്ട്, അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മാപ്പിളപ്പാട്ടുകൾ കാലത്തിൻ്റെ സന്ദേശം വായിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളെയും ചർച്ച ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ പാട്ട് ശാഖ തന്നെ സജീവമായി നിലനിൽക്കുന്നത്. MH വള്ളുവങ്ങാട് എന്ന മതപണ്ഡിതനായ കവിയാണ് ഇത് എഴുതിയത്. അദ്ദേഹം ധാരാളം ട്രഡീഷണൽ സ്റ്റൈൽ പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ദഴവത്തണ്ടലങ്കാരം തുടങ്ങിയ പാട്ട് ഇപ്പോഴും മത്സരവേദികളിലെ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ പാട്ട് പാടാറുണ്ട്. മലപ്പുറം ജില്ലയിലെ വള്ളുവങ്ങാടാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശമെങ്കിലും നാദാപുരത്തിനടുത്ത് ഒരു പള്ളിയിൽ ദർസ് നടത്തുന്ന മതപണ്ഡിതനാണ് അദ്ദേഹം. ധാരാളം പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വളരെ ഗൗരവമായി ഈ മേഖലയെ കാണുന്ന ഒരു എഴുത്തുകാരനാണ് MH വള്ളുവങ്ങാട്. ഇത് സംഗീതം ചെയ്ത ഈ പാട്ട് മുമ്പേ ഉള്ളതാണ്. മഖത്തൂന എന്ന് പറഞ്ഞ് സയ്യിദ് മുഹമ്മദ് മഷ്ഹൂദ് എന്നൊരു പാട്ടുകാരുണ്ടായിരുന്നു. അയാൾ പാടിയ ഇതേപോലെ ഒരു കവാലി ടൈപ്പ് പാട്ടുണ്ടായിരുന്നു പണ്ട്. ആ പാട്ടിൻ്റെ ശൈലിയിൽ എഴുതിയ ഒരു പാട്ടാണിത്. റാഫി മഞ്ചേരി ഇത് പാടിയിട്ടുണ്ട്, ഈ പാട്ട് ആദ്യമായി പാടിയത്. ഏതായാലും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു മെസ്സേജ് പെട്ടെന്ന് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഗീതമാണ് ഈ പാട്ടിലുള്ള. ഏതായാലും പിന്നെ മോൻ പാടിയത് വളരെ നന്നായി പാടി, ഒരു പ്രശ്നം ഉണ്ടായതില്ല. എനിക്ക് തോന്നിയത്, ഞാനിതിൻ്റെ ഒറിജിനൽ കേട്ടിട്ടുണ്ട്, ആ പാട്ടിനേക്കാളും പല കാര്യങ്ങളും ബാദുഷ സ്വന്തമായി മാറ്റം വരുത്തിയിട്ടുണ്ട്, കോറസിൻ്റെ കാര്യത്തിലൊക്കെ. മാത്രമല്ല ബാദുഷയുടെ ഒരുപാട് സ്റ്റൈൽ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ. അപ്പോഴാണ് ഈ പാട്ട് കുറച്ചുകൂടി മനോഹരമായത് എന്ന് എനിക്ക് തോന്നുന്നത്. ഗംഭീരമായി പാടി കേട്ടോ. ഓക്കെ, താങ്ക് യു ഫൈസൽ സർ. ബാബുക്ക? ബാദുഷ നന്നായി പാടിയിട്ടുണ്ട്, നല്ല സന്ദേശമാണ്. ഓക്കെ, താങ്ക് യു സർ. ഷാൻ സർ? ബാദു മോനെ പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. ഒന്നാമത് ഭാഷയുടെ കോൺഫിഡൻസ്, അത് ഈ ഒരു പ്രായത്തിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് മോനെ എഫേർട്ട്ലെസ് ആയിട്ട് പാടി, നമ്മുടെ അതൊക്കെ വീണു. നന്നായിരുന്നു മോനെ, സൂപ്പറായിരുന്നു. ആകെ ആ ബ്രെത്ത് സൗണ്ട് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എടുക്കുന്ന നേരത്ത് മൈക്കൊന്ന് മാറ്റി പിടിക്കുക, വേറെ ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു ഷാൻ സർ. നല്ല കമൻസാ കേട്ടോ അല്ലേ? ചോദിച്ചാൽ കരയാന ചേച്ചിയുടെ അടുത്ത്. രേണു ചേച്ചി? ബാദു എന്താ ഞാൻ പറയാൻ തന്നെ, അത്രയും അടിച്ചു പൊളിച്ച് പാടിയിട്ടോ ബാദു. കാരണം ഒരുപാട് സ്ഥലങ്ങൾ അത്രയും മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. കാരണം ആ മുസൽമാനൊക്കെ ഇടയിലൊരു ഒരു നല്ലൊരു സുഖമുള്ളൊരു സംഗതിയൊക്കെ വന്നൊന്ന് പാടിത്തരുമോ? അറിഞ്ഞിടണേ ഹിന്ദു മുസൽമാൻ കൈകോർത്ത്. അങ്ങനെ ഒരുപാട് സ്ഥലം എനിക്കിങ്ങനെ എടുത്ത് ഒന്നുകൂടി പാടിപ്പിക്കാൻ സത്യമാണ് ഞാൻ പറയുന്നത് കേട്ടാ. അത്ര എനിക്ക് ഇഷ്ടമായി മോനെ. കാരണം 7th മോൻ അത്രയൊരു, നമ്മൾ പറയില്ലേ, ഒരു ഗിഫ്റ്റ് നന്നായിട്ട് അടച്ചാൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം അത് നന്നായിട്ട് തന്നെ കൊണ്ടുപോവുക. പിന്നെ ഇതൊന്ന് നമുക്കൊന്നൊരു
അപ്പൊ ഇത് ഒന്നൊന്ന് വെറുതെ ഒരു പ്ലെയിൻ ആയിട്ടൊന്ന് പാടിയേ, പല്ലവി മാത്രം, ഒരു സംഗതി ഇല്ലാണ്ട് ഒന്നും കൊടുക്കാതെ മോൻ. അരുതരുതേ ഭാരത മൈത്രി, നമ്മൾ തകർക്കരുതേ മമതയെ, കൈവിട്ട് പോകരുതേ. അറിഞ്ഞിടണേ ഹിന്ദു മുസൽമാൻ, കൈകോർത്ത നാടിതുമേ ഭാരതം നമ്മുടെ പൂക്കളമേ. അപ്പൊ അതും അങ്ങനെ ചെയ്യും. അപ്പൊ ഇതുപോലെ തന്നെ എന്താ പറയാ ഞാൻ ട്ടാ, നന്നായിട്ട് തന്നെ ഇതുപോലെ കൊണ്ടുപോവുക ട്ടാ. ഓക്കെ ഓക്കെ, താങ്ക് യു റഹന ചേച്ചി. ബാദുഷക്കുട്ടിയെ നല്ല എന്താ പറയുക, ഫൈസൽ സാർ പറഞ്ഞ കമൻറ്റ് കേട്ടായിരുന്നോ? ഒറിജിനൽ സോങ്ങിൽ ഒരുപാട് മോൻ്റേതായിട്ടുള്ള കുറച്ച് ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? സാറാണോ പഠിപ്പിച്ചത്? ആണോ, സാറാണ് പറഞ്ഞു തന്നെ അല്ലേ? അപ്പം ഒറിജിനൽ സോങ് കേൾക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഈ മോൻ്റെ ക്രിയേഷൻ നന്നായിട്ട് തോന്നി എന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? മാർക്സ് ചേച്ചി വെക്കാം. ഓക്കെ, ഫൈസൽ സാർ 28. താങ്ക് യു. 28, 30ൽ 28 മാർക്ക്. താങ്ക് യു ഫൈസൽ സാർ. ഷാൻ സാർ 28. 28, 30ൽ 28 മാർക്ക് തന്നെയാണ് ഷാൻ സാറ് നൽകിയിരിക്കണേ. രഹന ചേച്ചി ഞാൻ എന്തായാലും ഒരു മാർക്ക് കൂട്ടി കൊടുക്കും. കൊടുക്കണോ? 29. 29, 30ൽ 29 മാർക്ക്. ഇനി 10ൽ എത്ര മാർക്കാണ് കിട്ടണേ നോക്കാം. ബാബുക്കോട് ചോദിച്ചു നോക്കാം. ബാബുക്ക, 10ൽ എത്ര മാർക്കാണ് കൊടുക്കുന്നത് ബാദുഷയ്ക്ക്? ബാദുഷ മാർക്ക് എത്ര വേണം? നല്ല മിടുക്കനായിട്ട് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ടാ പാടി അല്ലേ? അല്ലേ ബാദുഷ? ചോദിച്ചു നോക്ക്, 10 മാർക്ക് തരുമെന്ന് ചോദിച്ചു നോക്ക്. എത്ര മാർക്ക് വേണം? 10. 10 തരാൻ പറ്റൂല, എന്തായാലും 9 മാർക്ക്. 10ൽ 9 മാർക്കാണ് ബാപ്പുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ സ്കോർ 100ൽ 94 മാർക്ക്. കൺഗ്രാറ്റ്സ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, എല്ലാ പ്രാവശ്യവും സുൽത്താനായിരുന്നു. കഴിഞ്ഞ ഷെഡ്യൂളിൽ നമുക്ക് അത് മിസ്സായിപ്പോയി. തിരിച്ച് നമുക്ക് പിടിക്കാനുള്ള ശ്രമത്തിലാണിത് അല്ലേ? നല്ല മാർക്കല്ലേ? സന്തോഷമായോ? സന്തോഷമായി. അപ്പം ഇനി നെക്സ്റ്റ് റൗണ്ടിൽ ഇതേപോലെ തന്നെ ഗ്രാഫ് താഴൊന്നും ചെയ്യാണ്ട് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് അടിച്ചു പൊളിച്ച് പാടുക. ഇതുപോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബാദു 94 മാർക്സ് കിട്ടിയിരിക്കുന്നേ അല്ലേ? വൺ ഓഫ് ദ ടോപ്പ് സ്കോർ ആണ് ഇതുവരെ ഉള്ളതിൽ. എന്താ പറയാനുള്ളേ? വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇതെൻ്റെ പാട്ട് പഠിപ്പിച്ച മാഷ്ക്കും നമുക്ക് സംഗീതം പഠിപ്പിക്കുന്ന മാഷിനും അനീഫ് മുടിക്കൊണ്ണും പിന്നെ കോറസ് നന്നായിട്ട് പാടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇനി 2 പെർഫോമൻസും കൂടിയിട്ട് നമുക്ക് സുൽത്താനെ തിരിച്ചു പിടിക്കണ്ടേ? ശ്രമിക്കാം. അപ്പം അടുത്ത 2 പെർഫോമൻസ് അടിച്ചു പൊളിക്കണം. ഷുവർ അല്ലേ? അപ്പം ആ വിശ്വാസത്തോടെ ഓൾ ദി ബെസ്റ്റ്.